കാട്ടാനപ്പേടിയിൽ കൊല്ലം തെന്മലയിലെ ഒരു അങ്കണവാടി. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചെറുകടവ് അങ്കണവാടിക്കാണ് ഈ ദുരവസ്ഥ. കാട്ടാനകളെ പേടിച്ച് മാതാപിതാക്കൾ കുട്ടികളെ വിടാതായതോടെ പ്രവർത്തനം പാടെ നിലച്ച സ്ഥിതിയാണ്. ഇവിടെയുള്ള നാട്ടുകാരും ഭീതിയിലാണ്. പതിനേഴ് കുട്ടികളുണ്ടായിരുന്ന അംഗൻവാടിയിൽ ഇന്ന് എത്തുന്നത് 4 പേർ മാത്രമാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അംഗൻവാടിയുടെ മുറ്റത്ത് പോലും ആനകൾ തമ്പടിക്കുന്നതിനാൽ ഭയം കാരണം രക്ഷിതാക്കൾ കുട്ടികളെ വിടാൻ മടിക്കുകയാണ്. ഇങ്ങനെ കാട്ടാനകൾ എത്തിയാൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് അംഗൻവാടിയിലെ അധ്യാപികയും. 17 പ്രീ സ്കൂൾ കുട്ടികളിൽ 16 പ്രീ സ്കൂൾ കുട്ടികൾ അംഗൻവാടി വന്നുകൊണ്ടിരുന്നതാണ്. ഇന്ന് 4 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ 4 മണിക്ക് വരെ ആന ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക, ശല്യം കാരണം. ഇപ്പം 5 മണി 4 സമയമൊന്നും ഇല്ല. എപ്പോഴും എല്ലാ പകലും ഒക്കെ മുറ്റത്തിലെ പട്ടിയും പൂച്ചയും നിൽക്കുന്നതിന്റെ കൂട്ട് ആന നിൽക്കുന്ന ഒരവസ്ഥയാണ്. കുട്ടികൾ കുറഞ്ഞു പോയത് ഈ അംഗൻവാടിയുടെ മുറ്റത്ത് വരെ ആന വന്ന് നിൽക്കുക പകല്. അപ്പൊ ഇങ്ങനെ പകല് പോലും ഭീഷണി ആയതുകൊണ്ട് ഇനി കുട്ടികളെ ഇവിടെ കൊണ്ട് വിടുന്നത്, അത് സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളെ ഇവിടെ വിടാൻ എല്ലാവരും പേടിച്ചിരിക്കുക, എങ്ങനെ വിടുമെന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ 3 വർഷം മുതലാണ് വന്യമൃഗശല്യം പ്രദേശത്ത് രൂക്ഷമായത്. പന്നിയും കുരങ്ങും മ്ലാവും മലയണ്ണാനും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യത്തിനു പുറമെയാണ് കാട്ടാന ശല്യവും. കൃഷിയിടത്തിൽ തമ്പടിക്കുന്ന ആന തിരികെ വനത്തിലേക്ക് കയറില്ല. പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും പരമ്പരാഗത രീതിയിൽ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും പരാജയപ്പെടുകയാണ്. 2-3 വർഷം കൊണ്ടാണ് ആനശല്യം ഉള്ളത്. അതിന് മുമ്പ് ആനശല്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പിന്നെ ഫോറസ്റ്റ് ഇതിൻ്റെ ബെൽറ്റ് മൊത്തം, ഈ പുരയുടെ ബെൽറ്റ് മൊത്തം 1 കിലോമീറ്റർ ഇടവിട്ട് അവര് ഫോറസ്റ്റ് ആക്കി. അത് ഇപ്പൊ പിന്നെ അത് നിർത്തലാക്കിയിട്ട് കാട് തെളിക്കുന്നുണ്ട്. കാട് തെളിക്കുന്നെങ്കിലും ജന്തുക്കൾ ഇതിനകത്താ. മറ്റേന്ന് പറഞ്ഞാൽ ആണ്ട് പോറും തീ വീഴും, മാറും, അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. ഇപ്പൊ തീ വീഴത്തില്ല. ആനശല്യം കൊണ്ട് കിടക്കാനേ വയ്യ, ഇവിടെ പേടിയാ. രാത്രി ഉറങ്ങാനൊക്കത്തില്ല. ഉള്ള കൃഷികൾ മൊത്തവും നശിപ്പിച്ച് അവ 4 ദിവസം കൊണ്ട് അടുപ്പിച്ചിറങ്ങുക. എന്നിട്ട് ഫോറസ്റ്റുകാർ ആദ്യം ഒന്ന് വന്നേച്ച് പോയി. അത് കഴിഞ്ഞ് ഇന്നലെ വിളിച്ചപ്പം വന്നിട്ട് അവര് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാ പോയിരിക്കുന്നത്. അവര് പറയുന്ന ഒക്കെ ചെയ്യാവുന്ന, നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോന്നാ പറയുന്നത്, അല്ലാതെ ഒരു സമാധാനം പറയുകയല്ല. ആനശല്യത്തിൽ നിന്നും പ്രദേശവാസികളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ശരിയായ സമീപനമല്ല ഉണ്ടാകുന്നതെന്ന് വാർഡ് മെമ്പറും പറയുന്നു. നേരത്തെ ആന അത്ര ശല്യമില്ലായിരുന്നു. തെഞ്ചിട്ട് ഇപ്പൊ ആനശല്യം കൂടിപ്പോ ആരെങ്കിലും ഒന്ന് ചെന്ന് അവർ സംസാരിച്ചാലേ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് കാണുന്നത്. ആരും ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒന്നും പറയാൻ പറ്റുന്നില്ല. ജനങ്ങൾ പരാതിപ്പെട്ടാൽ അവർക്കെതിരെ നടപടിയെടുക്കുന്ന പറയുന്നത്. പക്ഷെ നല്ല ശീലമല്ലേ ഇത്, നല്ല ശീലമല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇതിനെതിരെ ചിലപ്പോൾ ഞങ്ങൾ ഒരു സമര പരിപാടിയായിട്ട് ഞങ്ങൾ നീങ്ങേണ്ടി വരും. സംഭവത്തിൽ ഉന്നതതല ഇടപെടലുകൾ ഉണ്ടാകണമെന്നും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നതുമാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യം. ജനം, കൊല്ലം.